ആയിട്ടുണ്ട്. ഷബീബ ടീച്ചറെ പ്രസന്റേഷന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. അപ്പോൾ നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിലും പ്രിൻസിപ്പളും പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷമാണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 ഇയർ UG പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അതിൽ CT മുനീർ സാഹിബ് പറഞ്ഞതുപോലെ തന്നെ ഈ FIUGP എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രിയും ഓൾ ഓവർ ദ വേൾഡിലുള്ള ഡിഗ്രിയും ഏകദേശം ഒരേ തരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നൂതനമായ ഒരുപാട് ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ 4 ഇയർ UG കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിലവിലുള്ള ഡിഗ്രിയേക്കാൾ ഒരുപാട് ഫ്ലെക്സിബിലിറ്റിയും ഓപ്പർച്യൂണിറ്റിയും കുട്ടികളുടെ സ്കിൽ എൻഹാൻസ് ചെയ്യാനുള്ള അവസരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ 4 ഇയർ UG സ്കീം വന്നിട്ടുള്ളത്. നമുക്ക് അതിന്റെ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകാം. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണേ സാർ. ആക്ച്വലി നിങ്ങളെപ്പോലെ തന്നെ വളരെ ഉത്സാഹത്തോട് കൂടിയിട്ട് നമ്മൾ ഇന്ന് രാവിലെ മുതൽ നിങ്ങളൊരു 1 വീക്ക് ആയിട്ട് ഇങ്ങനെ ഒരു കിട്ടുന്നുണ്ടല്ലോ സാറേ സ്ക്രീന്? സ്ക്രീൻ കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളെ പോലെ തന്നെ വളരെ ഉത്സാഹത്തോടു കൂടി പുതിയതായിട്ട് നമ്മളെ ക്യാമ്പസിലേക്ക് വരുന്നവരെ സ്വീകരിക്കാനും 4 ഇയർ UGയെ കുറിച്ച് നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ചില സംഭവങ്ങൾ നടന്നു. അതിന്റെ ചെറിയ റിഫ്ലക്ഷൻസ് നിങ്ങൾക്ക് എൻ്റെ പ്രസന്റേഷനിൽ കാണാൻ പറ്റും. ഐ എം സോ സോറി. എനിവേ നമുക്ക് എന്തായാലും എനിക്ക് അറിയാവുന്ന രീതിയിൽ ഇതിന്റെ ഒരു ഓവർവ്യൂ 4 ഇയർ UGയുടെ ഓവർവ്യൂ തരാം. ഇതിനുശേഷം ബാക്കിയുള്ള സെഷൻസ് അഷ്കർ അലി സാറും അതുപോലെ തന്നെ നമീർ സാറും ബാക്കി ടീച്ചേഴ്സും കൂടെ നമുക്ക് ഒരുമിച്ച് Q&A സെഷനിൽ നമുക്ക് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യാം. ഓക്കെ. 4 ഇയർ UG എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം വരുന്ന ഒരു ആശങ്ക, നമ്മളുടെ ഡിഗ്രി 4 വർഷം എല്ലാവർക്കും നിർബന്ധമാണോ എന്നുള്ളതായിരിക്കും ആദ്യം വരുന്ന ഒരു സംശയം. പക്ഷേ ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 3 തരത്തിലാണ് ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിട്ട് ഡിഗ്രി പൂർത്തീകരിക്കാൻ സാധിക്കുക. 1 ഈസ് 3 ഇയർ UG പ്രോഗ്രാം. നമ്മുടെ നിലവിലെ 3 വർഷ ഡിഗ്രി പോലെ തന്നെ 3 വർഷമാകുമ്പോൾ ഒരു സ്റ്റുഡന്റിനെ ഡിഗ്രി പൂർത്തീകരിച്ചിട്ട് നോർമൽ ഡിഗ്രി സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ഇയർ UG പ്രോഗ്രാം, ദാറ്റ് ഈസ് വിത്ത് UG ഹോണേഴ്സ്. 4 വർഷം നമ്മൾ ഡിഗ്രി പൂർത്തീകരിക്കുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിലവിൽ നമുക്ക് 3 വർഷം UG പൂർത്തീകരിച്ചതിന് ശേഷം 2 വർഷത്തെ PG ചെയ്യണം. അതിന് പകരമായിട്ട് കുട്ടിക്ക് ലാറ്ററൽ എൻട്രി ആയിട്ട് 1 വർഷം PG ചെയ്താൽ മതി. ദാറ്റ് ഈസ് വൺ അഡ്വാൻറ്റേജ്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 4 ഇയർ UG പ്രോഗ്രാമിലേക്ക് മാറുന്ന സമയത്ത് നമ്മുടെ ഒരുപാട് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് സെക്ടേഴ്സ് എല്ലാം തന്നെ പല എഞ്ചിനീയറിംഗ് ഡിഗ്രികളോടും അതുപോലെ തന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയയിൽ തന്നെ 4 ഇയർ UG കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും നമ്മുടെ 4 ഇയർ UGയുടെ മറ്റൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ വരുന്നതാണ് 4 ഇയർ UG പ്രോഗ്രാം ഹോണേഴ്സ് വിത്ത് റിസർച്ച്. ഗവേഷണ മേഖലയിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ PhD ചെയ്യാനും റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് സയന്റിസ്റ്റ് ആ രീതിയിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് 4 ഇയർ UG പ്രോഗ്രാം ഹോണേഴ്സ് വിത്ത് റിസർച്ച്. ഈ UG പ്രോഗ്രാം വിത്ത് ഹോണേഴ്സും UG ഹോണേഴ്സ് വിത്ത് റിസർച്ചും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 2-4 വർഷമാണ്. എന്നാൽ ഹോണേഴ്സിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് 3 വർഷം, അതായത് ആദ്യത്തെ 6 സെമസ്റ്ററുകളും ജസ്റ്റ് പാസ്സായ ഒരു കുട്ടിക്ക് തന്നെ 4ാമത്തെ വർഷത്തിലേക്ക് കടക്കാം. എന്നാൽ UG ഹോണേഴ്സ് വിത്ത് റിസർച്ചിലേക്ക് വരുന്ന സമയത്ത് 6 സെമസ്റ്ററിലും കൂടി 75% മാർക്കുള്ള ഒരു സ്റ്റുഡന്റിന് മാത്രമേ ഹോണേഴ്സ് വിത്ത് റിസർച്ച് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. അതാണ് മെയിൻ ഡിഫറൻസ് നമ്മളുടെ 4ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നതിനുള്ള ക്രൈറ്റീരിയ വൈസ് നോക്കുമ്പോൾ. UG ഹോണേഴ്സിലെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് PG 1 വർഷം ചെയ്താൽ മതി എന്നുള്ളതും, ഹോണേഴ്സ് വിത്ത് റിസർച്ചിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് PG 1 വർഷമാണെന്നുള്ളത് കൂടാതെ തന്നെ ഈ കുട്ടിക്ക് ഡയറക്റ്റ് ആയിട്ട് PhDയിലേക്ക് എൻറോൾ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ FIUGP എന്ന് പറയുന്നതിൽ ഒരുപാട് ഫ്ലെക്സിബിലിറ്റിയാണ് അതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട്, ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. നമ്മുടെ നിലവിലുള്ള UG അല്ലെങ്കിൽ ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആയിട്ടായിരുന്നു വരുന്നത്. നിങ്ങൾ കേട്ട് പരിചയിച്ചിട്ടുള്ള മെയിൻ എന്നതിന് പകരം നമ്മൾ FIUGPയിലേക്ക് വരുമ്പോൾ മേജർ എന്ന ടേമും കോംപ്ലിമെന്ററി എന്നുള്ള
ടേമിന് പകരം മൈനർ എന്നുള്ള ടേമാണ് FIUGP ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതുവരെ നിലവിൽ നമ്മുടെ ഡിഗ്രിയിൽ ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് എടുക്കുന്ന കുട്ടിക്ക് അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ട് ഹിസ്റ്ററി, ജേർണലിസം അത് ഫിക്സഡ് ആയിരുന്നു. അത് ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും അത് തന്നെ എടുക്കുക എന്നുള്ളതായിരുന്നു ഫിക്സഡ്. പക്ഷെ ഇനിയുള്ള FIUGPയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മേജർ വൺസ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് അതിലേക്ക് ഡിഫറെന്റ് കോമ്പിനേഷൻസുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. അതിനെ FIUGPയിൽ വിളിക്കുന്ന ടേം ആണ് പാത്വേ എന്ന് പറയുന്നത്. അങ്ങനെ 5 തരത്തിലുള്ള പാത്വേ ആണ് ഒരു കുട്ടിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് പാത്വേ ആണ് സിംഗിൾ മേജർ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മേജർ എന്ന് ഇവിടെ പറയുന്നത് നമ്മളുടെ മെയിൻ സബ്ജക്ട്. വൺസ് നമ്മളൊരു മെയിൻ സബ്ജക്ട് BA ഇംഗ്ലീഷ്, BA ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ വാട്ടെവർ ഏതിലേക്ക് വേണമെങ്കിലും നമ്മൾ സാധാരണ അഡ്മിഷൻ എടുക്കുന്ന പോലെ നമ്മൾ മേജർ സബ്ജക്റ്റിലേക്ക് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ എൻറോൾ ചെയ്തിട്ടുള്ള കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ള മൈനർ പൂളിൽ നിന്നും നമുക്ക് മൈനറുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. ആ മൈനറുകൾ സെലക്ട് ചെയ്യുന്നത് പല പല രീതിയിലാണ്. അതനുസരിച്ചിട്ടാണ് നമ്മുടെ പാത്വേ ഡിസൈഡ് ചെയ്യുന്നത്. സിംഗിൾ മേജർ എന്ന് പറയുന്നത് നമ്മളൊരു മേജർ സബ്ജക്ട് ഫിക്സ് ചെയ്യുന്നു. നമുക്ക് 2 മൈനറുകളാണ് എടുക്കേണ്ടത്. 2 മൈനറുകൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 സെമസ്റ്ററുകളിലാണ് നമുക്ക് മൈനർ സബ്ജക്റ്റുകൾ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഈ മൈനറുകൾ പല പല സബ്ജക്റ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ 6 ഡിഫറെന്റ് കോഴ്സുകളിലായിട്ടാണ് നമ്മൾ മൈനർ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാത്വേനെ നമ്മൾ പറയുന്ന പേരാണ് സിംഗിൾ മേജർ പാത്വേ. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിമീഡിയ മേജർ ആയിട്ട് എടുത്തൊരു കുട്ടി അതിന്റെ മൈനറുകൾ ഒരു പേപ്പർ ഹിസ്റ്ററി, ഒരു പേപ്പർ ഇംഗ്ലീഷ്, ഒരു പേപ്പർ ജേർണലിസം, അങ്ങനെ 6 എണ്ണത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് പാത്വേ ഈസ് കോൾഡ് സിംഗിൾ മേജർ പാത്വേ. ഇനി രണ്ടാമത്തെ പാത്വേ ഇപ്പൊ നമ്മുടെ നിലവിലുള്ള സിസ്റ്റം അതിന് സമാനമായിട്ടുള്ളതാണ് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ. നമ്മളൊരു മേജർ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് 2 കോംപ്ലിമെന്ററി അല്ലെങ്കിൽ 2 മൈനർ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാം. എക്സാമ്പിൾ ആണ് നമ്മൾ ഫിസിക്സ് മേജർ ആയിട്ട് എടുത്തു, ഒരു മൈനർ കമ്പ്യൂട്ടർ സയൻസിൽ നിന്നും മറ്റൊരു മൈനർ മാത്തമാറ്റിക്സിൽ നിന്നും എടുത്തു. ആ പാത്വേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ. ഈ പാത്വേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കുട്ടിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എങ്ങനെയാണോ ലഭിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പാത്വേ പേര് കൊടുക്കുന്നത്. ഇപ്പൊ ഒരു കുട്ടിക്ക് ഫിസിക്സിൽ മാത്രം അതിന്റെ ഡിഗ്രി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഫിസിക്സ് എന്ന് മാത്രം അതിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ സിംഗിൾ മേജർ പാത്വേ ചൂസ് ചെയ്യാം. അതല്ല നമുക്ക് ഫിസിക്സ് എടുത്തിട്ട് കമ്പ്യൂട്ടർ സയൻസിലേക്കും മാത്സിലേക്കും നമുക്ക് പോവാൻ, അതിൽ ഏതെങ്കിലും ഒരു ഫീൽഡിലേക്കും കൂടെ പോവാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ എന്നുള്ള പാത്വേയിലേക്ക് പോവാം. ഈ FIUGPയുടെ മറ്റൊരു പ്രത്യേകത നമുക്ക് മേജറിനകത്തും മൈനറിനകത്തും PG ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മേജറിന്റെ എല്ലാ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മേജറിൽ നമുക്ക് എവിടെയൊക്കെയാണോ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് അതുപോലെ തന്നെ ഏകദേശം സമാനമായ ഓപ്പർച്യൂണിറ്റീസ് മൈനറുകളിലും ലഭിക്കും. ഇപ്പൊ നമ്മൾ ചില കുട്ടികൾക്ക് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇൻഡെക്സ് മാർക്കിന് ബേസ് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ നമ്മുടെക്ക് ഇഷ്ടമുള്ളതോ അല്ലെ നമ്മുടെ സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സിലേക്ക് ചിലപ്പോൾ നമുക്ക് സെലക്ഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മൈനർ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അപ്പൊ അവിടെ അങ്ങനെ ഒരു നമ്മുടെ സ്കില്ല് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാനും നമ്മുടെ സ്കില്ലിലുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാനും കൂടെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി FIUGP ഓഫർ ചെയ്യുന്നുണ്ട്. മറ്റൊരു പാത്വേ ആണ് മേജർ വിത്ത് മൈനർ പാത്വേ. നമ്മൾ മേജർ ഒരു സബ്ജക്ട് ഫിക്സ് ചെയ്ത് വെക്കുന്നു, 2 മൈനറുകളും ഒരേ സബ്ജക്റ്റിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് മേജർ വിത്ത് മൈനർ. അതിന് എക്സാമ്പിൾ ആണ് നമ്മളിവിടെ ഒരു ഇലക്ട്രോണിക്സ് ആണ് നമ്മൾ മേജർ ആയിട്ട് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മൈനർ 1ഉം മൈനർ 2ഉം കമ്പ്യൂട്ടർ സയൻസിലാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഡിഗ്രി നേടുന്നത് ഇലക്ട്രോണിക്സ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള സ്ട്രീമിലായിരിക്കും. അതുപോലെ വരുന്നതാണ് മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ. ഇവിടെ ഈ വൊക്കേഷണൽ എന്നുള്ള ടേം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും സ്കിൽ ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ കരിയർ ഓറിയന്റഡ് ആയിട്ട്, ഇപ്പൊ നമ്മുടെ AI, ഡാറ്റാ സയൻസ് അതൊക്കെയാണല്ലോ ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ ഏതെങ്കിലും ഒരു വൊക്കേഷണൽ ടൈപ്പ് ഓഫ് കോഴ്സ് ആണ് മൈനർ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ. പിന്നെ അഞ്ചാമത്തെ പാത്വേ ഡബിൾ മേജർ പാത്വേ എന്ന് പറയുന്നത് ഈ ആദ്യത്തെ 4 പാത്വേകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. നമുക്കിപ്പോൾ നിലവിൽ ഒരു ഡബിൾ മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഗ്രി ഉണ്ട്. അതായത് നമുക്ക് ഫിസിക്സും മാത്സും മെയിൻ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഡിഗ്രി വരാം, ഫിസിക്സും കെമിസ്ട്രിയും മെയിൻ ആയിട്ട് വരുന്ന ഡബിൾ മെയിൻ ഡിഗ്രി എന്ന് പറയുന്ന കൺസെപ്റ്റിന് സിമിലർ ആയിട്ട് FIUGPയിൽ വരുന്നതാണ് ഡബിൾ മേജർ പാത്വേ. നമുക്കിപ്പോൾ ഇംഗ്ലീഷും ഹിസ്റ്ററിയും മേജർ ആയിട്ട് എടുക്കാം. അവിടെ മൈനർ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ എല്ലാം മേജർ പേപ്പറുകളാണ് സെലക്ട് ചെയ്യുന്നത്. ഇതൊരു ഓവർവ്യൂ ആയിട്ട് പറയാണ്. ഇതെല്ലാം ബേസ്ഡ് ഓൺ എ ക്രെഡിറ്റ് സിസ്റ്റം ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നെക്സ്റ്റ് സെഷനിൽ ക്രെഡിറ്റ് എന്താണ്, മേജർ എന്താണ്, മൈനർ എന്താണ്, അതുപോലെ ബാക്കിയുള്ള അത്തരത്തിലുള്ള കുറച്ചുകൂടെ ടേമുകൾ അടുത്ത ടീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യും.
അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് നമ്മളുടെ സ്കില്ല് എൻഹാൻസ് ചെയ്തുകൊണ്ടും നമുക്ക് ഇഷ്ടമുള്ള ഏരിയസ് ചൂസ് ചെയ്തുകൊണ്ടും ഡിഫറെന്റ് തരത്തിൽ FIUGP ഡിഗ്രി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട്. അവരുടെ കരിയർ അവർക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത സെഷനിൽ ബാക്കി ടീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ നമ്മുടെ കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ള മേജർ കോഴ്സുകളും മൈനർ കോഴ്സുകളുടെ ലിസ്റ്റുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളുടെ മേജർ കോഴ്സുകളായിട്ട് വരുന്നത് BSc ഇലക്ട്രോണിക്സ്, BCA, BA മൾട്ടിമീഡിയ, BA ഇംഗ്ലീഷ്, BBA, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇതെല്ലാം എയ്ഡഡ് സ്ട്രീമിലും, BCom ട്രാവൽ ആൻഡ് ടൂറിസം, BA എക്കണോമിക്സ്, BSc സൈക്കോളജി ഇതെല്ലാം സെൽഫ് സ്ട്രീമിലുമാണ് നമ്മുടെ കോളേജിൽ മേജർ ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ മൈനർ പൂളുകളാണ്. കമ്പ്യൂട്ടർ സയൻസ്, മൾട്ടിമീഡിയ, കൊമേഴ്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ്, ജേർണലിസം, സ്റ്റാറ്റിസ്റ്റിക്സ്, സൈക്കോളജി, ഇംഗ്ലീഷ്, മാനേജ്മെന്റ് സ്റ്റഡീസ് ഇതിലെല്ലാം കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള മൈനറുകൾ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇത്രയാണ് പാത്വേയും FIUGP കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂ. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം. അവസാനം നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. നമീർ സർ റെഡി അല്ലേ? അസ്കർ സർ. നമീർ സർ. നമീർ സർ മ്യൂട്ടാണ്. ഞാൻ ചെയ്യാണ് സാറേ. നെക്സ്റ്റ് ആരാണ്? അടുത്ത നമീർ സാർ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ സാറേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് നമീർ സാറെ, കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ. ബഹുമാന്യനായിട്ടുള്ള പ്രിൻസിപ്പൽ, മാനേജർ, ഈ FIUGP കോർഡിനേറ്റർ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, ആദ്യമായിട്ട് പ്ലസ് ടു പഠനം പൂർത്തിയാക്കി മികച്ച വിജയം കരസ്ഥമാക്കി ഇനി ഉന്നത പഠനത്തിന് യോഗ്യത നേടിയിട്ടുള്ള ഈ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തർക്കും ഇനിയുള്ള നിങ്ങളുടെ 3 വർഷമോ 4 വർഷമോ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളാവട്ടെ എന്നുള്ള ആശംസകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ അർപ്പിക്കുകയാണ്. വളരെ കൃത്യമായിട്ട് തന്നെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രിൻസിപ്പളും അതിനുശേഷം ഷബീബ മിസ്സും 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിന്റെ സ്ട്രക്ചറിനെ കുറിച്ചും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചും സംക്ഷിപ്തമായിട്ട് പറയുകയുണ്ടായി. ഞാന് പ്രധാനമായിട്ടും 3 ഏരിയകളാണ് എൻ്റെ ഈ ഒരു പ്രസന്റേഷനകത്ത് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഷബീബ മിസ് പറഞ്ഞ പോലെ അത് മേജർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, മൈനർ എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതിന്റെ പിന്നിലുള്ള ഒരു ചെറിയൊരു ഹിസ്റ്റോറിക്കൽ സാധനം, അല്ലെങ്കിൽ എന്താണ് FIUGP എത്താനുള്ള സാഹചര്യം എന്നുള്ളതും കൂടെ നമുക്കൊന്ന് വേഗത്തിൽ പരിശോധിച്ചു പോകാം. നമുക്കറിയാം, ഇപ്പൊ ഈ ഒരു വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയും ഒരുപക്ഷെ രക്ഷിതാക്കൾ ഉണ്ടായിരിക്കും. രക്ഷിതാക്കൾ ഒരുപക്ഷെ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിൽ ഡിഗ്രി കഴിഞ്ഞ ആളുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പിന്നെ ഇപ്പോ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുടെ ജ്യേഷ്ഠന്മാരൊക്കെ ഈ ഒരു വെബിനാറിൽ ഉണ്ടാവാം. നമ്മളൊക്കെ ഒരുപക്ഷെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ ആ കഴിഞ്ഞ ഡിഗ്രി കാലയളവിൽ ഒരുപക്ഷെ നമ്മളുടെ പഠനത്തിനുണ്ടാകുന്ന പല പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രയാസങ്ങളിൽ നിന്നുമാണ് ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിലേക്കാണ് ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം മുതൽ കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള 4 വർഷ ഡിഗ്രി പ്രോഗ്രാം എത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. അതിലൊന്ന്, നൈപുണ്യ വികാസത്തിനുള്ള അവസരം വളരെ കുറവായിരുന്നു.
ആദ്യകാലങ്ങളിലെ അല്ലെങ്കിൽ മുന്നത്തെ ഡിഗ്രി പ്രോഗ്രാമുകൾ എന്ന് പറയാം. സ്കിൽ ഡെവലപ്മെന്റിനുള്ള സാധ്യതകൾ കുറവായിരുന്നു. അതുപോലെ തന്നെ തൊഴിൽ മേഖലയുമായി ബന്ധമില്ല എന്നുള്ളതായിരുന്നു മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരുപക്ഷെ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാലും ബികോം കഴിഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ഒരുപക്ഷെ നമുക്കൊരു കമ്പനിയിൽ പോയിട്ട് ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യാനുള്ള സ്കില്ല് അവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ടാലി പോലുള്ള മറ്റു കോഴ്സുകളിലേക്കോ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ടുള്ള ചില കോഴ്സുകൾ പിന്നീട് ചെയ്തെടുക്കേണ്ട സാഹചര്യം ഒരുപക്ഷെ കുട്ടികളിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. പിന്നെ എല്ലാം ടീച്ചർ സെന്റേർഡ് ആണ്. വിദ്യാർത്ഥി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പഠന രീതി അല്ല നമ്മുടെ പഴയ കാലത്തുള്ള ഡിഗ്രി പഠനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതായിരുന്നു മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഗവേഷണത്തിന് റിസർച്ചിനുള്ള സാധ്യതകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത്. ഈ പ്രധാനപ്പെട്ട 4 പരിമിതികളെ മറികടക്കുക എന്നുള്ളതിൽ നിന്നുമാണ് യഥാർത്ഥത്തിൽ 4 വർഷ ഡിഗ്രി പ്രോഗ്രാം എന്നുള്ള ആശയത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഏറ്റവും ചുരുക്കി പറയാം. ഈ ഒരു ചിത്രത്തിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നോളജ് അക്വയർ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നോളജ് ലെവല് വർദ്ധിപ്പിക്കുക എന്നുള്ളതിനൊപ്പം തന്നെ സ്കില്ലിനെ അതിനോടൊപ്പം കമ്പൈൻ ചെയ്യുക, കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമാവുക. അതിലൂടെ ഡിഗ്രി കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കരിയറിലേക്ക് ഉപയോഗപ്രദമായ രൂപത്തിൽ നമ്മുടെ പഠനത്തെ മാറ്റിയെടുക്കുക എന്നുള്ള ഉദ്ദേശമാണ്. ആ രൂപത്തിലുള്ള ഒരു ആശയമാണ് 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ സർവകലാശാലയിലെ എല്ലാ സിലബസുകളെയും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പരിഷ്കരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷം ഡിഗ്രി 4 ഇയർ തുടങ്ങിയത്. അതിലൊക്കെ ഇതിന് അനുസൃതമായ രൂപത്തിലുള്ള മാറ്റം ആ എല്ലാ പ്രോഗ്രാമുകളുടെയും സിലബസിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ നോളജിനെയും സ്കില്ലിനെയും ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു കരിക്കുലവും സിലബസുമാണ് നിലവിൽ കഴിഞ്ഞ വർഷം മുതൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എല്ലാ പ്രോഗ്രാമുകളും ഓഫർ ചെയ്യുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി ഇവിടെ മുതലാണ് യഥാർത്ഥത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുള്ളത്. ഒന്ന്, ക്രെഡിറ്റ് എന്താണെന്നുള്ളത്. മുന്നേ ഒരുപക്ഷെ രക്ഷിതാക്കളായുള്ള ആളുകൾക്ക്, ജ്യേഷ്ഠന്മാർക്കൊക്കെ ഒരുപക്ഷെ ക്രെഡിറ്റും സെമസ്റ്ററും ഒക്കെ മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോ എന്താണ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ബാങ്കിന്റെ കേസിൽ മാത്രമായിരിക്കും ക്രെഡിറ്റ് ഡെബിറ്റ് എന്നൊക്കെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവുക. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്തരം വാക്കുകൾ കേട്ടിട്ട് കണ്ടിട്ടോ ബുദ്ധിമുട്ടാവേണ്ടതില്ല. അതായത് ഒരു 3 വർഷം ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു കുട്ടിക്ക് അയാളുടെ അക്കൗണ്ടിൽ 133 ക്രെഡിറ്റ് ഉണ്ടാവും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ആ 3 വർഷത്തിലാണെങ്കിൽ ഏകദേശം ഒരു 36ഓളം പേപ്പറുകളായിരിക്കും ഒരു കുട്ടി പഠിക്കുന്നുണ്ടാവുക. ആ 36ഓളം പേപ്പറുകൾ എന്ന് പറയുന്നത്, ഒരു പേപ്പർ എന്ന് പറയുന്നത് 4 ക്രെഡിറ്റിന്റെയും അതുപോലെ തന്നെ 3 ക്രെഡിറ്റിന്റെയും പേപ്പർ കോഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം. നമ്മളിപ്പോ BA ഇംഗ്ലീഷിന് വന്നു കഴിഞ്ഞാല് ഇപ്പൊ ഇന്ത്യൻ ലിറ്ററേച്ചർ, ഞാനൊരു എക്സാമ്പിൾ പറയണം, അങ്ങനെ ഒരു പേപ്പർ ആണ് പഠിക്കണമെങ്കിൽ അത് ഒരു കോഴ്സ് എന്നുള്ള രൂപത്തിലാണ് പറയാം. ആ ഒരു കോഴ്സിന് ചിലപ്പോൾ 4 ക്രെഡിറ്റിന്റെ ഒരു പേപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കോഴ്സ് ആയിരിക്കും അത്. അതല്ലെങ്കിൽ ചിലത് 3 ക്രെഡിറ്റിന്റെ പേപ്പർ ഉണ്ടാവും. അപ്പൊ മേജർ എന്ന് പറയുന്നത്, ഇപ്പൊ ടീച്ചർ നേരത്തെ പറഞ്ഞത്, ഇനി ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാൻ പോകുന്നതും മേജർ എന്ന് പറയുന്ന പേപ്പറിനെ കുറിച്ചുണ്ടാവും. ആ മേജർ എന്ന് പറയുന്ന ഒക്കെ തന്നെ 4 ക്രെഡിറ്റിന്റെ കോഴ്സുകളാണ്. അപ്പൊ 4 ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കൺഫ്യൂഷൻ. ഒരാഴ്ചയിൽ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ഹവറാണ്. ഒരാഴ്ചയിൽ ഇപ്പൊ 4 അവർ ക്ലാസ് ഉള്ള ഒരു പേപ്പർ ആണെങ്കിൽ അത് 4 ക്രെഡിറ്റിന്റെ പേപ്പറാണ്. ഓക്കെ, ഏറ്റവും ചുരുക്കി സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ 133 ക്രെഡിറ്റ് നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 3 വർഷത്തെ ഡിഗ്രി പൂർത്തിയാക്കിയിട്ട് നമുക്ക് പുറത്തേക്ക് പോവാം. അപ്പോൾ ടീച്ചർ നേരത്തെ പറഞ്ഞു 4 വർഷത്തെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് 4 കൊല്ലം കോളേജിൽ ഇരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 133 ക്രെഡിറ്റ് നേടിയാൽ 3 വർഷത്തിൽ എക്സിറ്റ് എടുക്കാം. അതിലേറെ ഒരു അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് 133 ക്രെഡിറ്റ് 2.5 വർഷം കൊണ്ട് തീർക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് 2.5 വർഷം കൊണ്ടും ഈ 3 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞു പോവാം. അതാണ് N-1 എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക്, അതായത് ഓൺലൈൻ കോഴ്സുകളുടെയും മറ്റുമൊക്കെ സഹായത്തോടു കൂടി നമ്മുടെ ക്ലാസ് റൂം ടീച്ചിങ്ങും കോളേജിലുള്ള കോഴ്സുകളുടെയും രൂപം കഴിഞ്ഞിട്ട് അഡീഷണൽ സമയം ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ വേണമെങ്കിൽ നമുക്ക് ഓൺലൈൻ കോഴ്സുകളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, ക്രെഡിറ്റുകൾ നമ്മുടെ അക്കൗണ്ടിലേക്ക്, ABC അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന കോഴ്സുകളുടെ ക്രെഡിറ്റുകൾ അക്വയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് 2.5 വർഷം കൊണ്ട് തന്നെ ഈ 133 ക്രെഡിറ്റ് നമുക്ക് നേടാൻ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യാം, 2.5 വർഷം കൊണ്ട് 3 വർഷത്തെ ഡിഗ്രി തീർത്ത് നമുക്ക് പെട്ടെന്ന് മറ്റു ജോലിയിലേക്കോ മറ്റാവശ്യങ്ങളിലേക്കോ നമുക്ക് തിരിയാം. അതേപോലെ ഹോണേഴ്സ് ഡിഗ്രി, ഹോണേഴ്സ് ബിരുദം, ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ 4 വർഷത്തെ ഡിഗ്രി ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, 4ാമത്തെ വർഷം കൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ 177 ക്രെഡിറ്റുകളാണ് നിർബന്ധമായിട്ടും നമ്മൾ നേടേണ്ടത്. ക്രെഡിറ്റ് എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ 177 ക്രെഡിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, 4 വർഷം തന്നെ എടുക്കണം എന്നില്ല.
നമുക്ക് ഇത് വേണമെങ്കിൽ 3.5 വർഷം കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ N-1 എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടോ, നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ ഇതിന്റെ സിലബസിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അവർക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ ക്രെഡിറ്റുകൾ നേടിക്കൊണ്ട് 3.5 വർഷം കൊണ്ട് ഈ ഹോണേഴ്സ് ബിരുദം നേടി പുറത്തേക്ക് പോവാം. ഇനി പരമാവധി എത്ര ക്രെഡിറ്റ് വരെ നേടാം? 133 എന്ന് പറയുന്ന 3 വർഷത്തിന്റെ കോഴ്സിൽ പരമാവധി നമുക്ക് 180 ക്രെഡിറ്റ് വരെ നേടാം. അപ്പൊ ഇനി നേടണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞു, സ്വാഭാവികമായിട്ടും അഡീഷണൽ കോഴ്സുകളോ ഓൺലൈൻ കോഴ്സുകളോ മറ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്ക് 4 ഇയറിലും നമുക്ക് ഇതേപോലെ 240 ക്രെഡിറ്റ് വരെ നമുക്ക് പരമാവധി നേടാം. 177 മിനിമം ആണ്. അതായത് 4 വർഷ ഡിഗ്രി നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 177 ക്രെഡിറ്റ് നമ്മൾ ചെയ്യണം, അക്വയർ ചെയ്യണം. അതല്ല പരമാവധി നമുക്ക് 240 വരെ നമുക്ക് പോവുകയും ചെയ്യാം. അപ്പൊ ക്രെഡിറ്റ് എന്താന്നുള്ള ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കും. അത് ഓരോ കോഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിലേക്ക് അക്വയർ ചെയ്യപ്പെടുന്ന, നേടിയെടുക്കുന്ന നമ്പറുകളാണ് ഈ ക്രെഡിറ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഈ ഒരു ഭാഗം ടീച്ചർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത 4 തരം ഡിഗ്രിന്റെ രൂപങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ക്രെഡിറ്റുകൾ മാത്രമേ ഞാൻ അത് നേരത്തെ പറഞ്ഞുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. 3 വർഷ ഡിഗ്രിയിൽ 133 ക്രെഡിറ്റ് ആവേണ്ടത്, പരമാവധി 150 ക്രെഡിറ്റ്. 4 വർഷ ഡിഗ്രി UG പ്രോഗ്രാമിൽ 177, പരമാവധി 240 ക്രെഡിറ്റ്. ബാക്കിയൊന്നും ഞാൻ എന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അതൊക്കെ നിങ്ങൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ മൂന്നാമത്തെ ടീച്ചർ നേരത്തെ പറഞ്ഞു, 4ാമത്തെ വർഷത്തിൽ 2 തരം ഓപ്ഷൻ ഉണ്ട്. ഒന്ന് UG ഹോണേഴ്സും പിന്നെ ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്നും പറഞ്ഞു. ഹോണേഴ്സ് വിത്ത് റിസർച്ചിൽ ഒരൊറ്റ വ്യത്യാസമുള്ള, ക്രെഡിറ്റ് ഒക്കെ സെയിം ആണ്, പക്ഷെ നിർബന്ധിതമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് നമുക്ക് ചെയ്യാനുണ്ടാവും. അതായത് ഒരു ഗവേഷണ പ്രബന്ധം പോലെ നമ്മൾ കൃത്യമായിട്ട് ഗവേഷണം നടത്തി ഒരു റിപ്പോർട്ടോ റെക്കോർഡോ ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടാവും. അത് നിർബന്ധമാണ്. ഇനി ആർക്കാണ് ഇതിനകത്തേക്ക് പോകാൻ പറ്റുമെന്ന് ടീച്ചർ പറഞ്ഞു. 3 വർഷത്തിൽ 75% മാർക്ക് നേടിയ ഒരു കുട്ടിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹോണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതും കൂടിയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇനി മേജർ വിഷയങ്ങൾ നമുക്കറിയാം. മേജർ എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അതാണ് എന്റെ പ്രസന്റേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ. എന്താണ് മേജർ, എന്താണ് മൈനർ? മേജർ എന്ന് പറയുന്നത് ഒരുപക്ഷെ മുന്നത്തെ കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ ഒരുപക്ഷെ കുറച്ചും കൂടെ പഴയ, ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ മെയിന് സബ്സിഡറി എന്ന് കേട്ടിട്ടുണ്ടാവും. രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതിന് പിന്നീടാണ് നമ്മൾ കോറ് കോംപ്ലിമെന്ററി എന്ന് കേട്ടിട്ടുണ്ടാവുക. അതിന്റെ മറ്റൊരു വകഭേദമാണ് മേജർ മൈനർ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അതേ രൂപവും സ്വഭാവവുമാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ അങ്ങനെ പറയായിരിക്കും ഏറ്റവും നന്നാവുക. മേജർ എന്ന് പറയുന്നത്, ഇപ്പൊ ടീച്ചർ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഇപ്പൊ BA ഇംഗ്ലീഷിനാണ് നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിൽ ആ കുട്ടിക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് BA ഇംഗ്ലീഷ് തന്നെ ആയിട്ട് പുറത്തേക്ക് പോകണമെന്നില്ല. ആ കുട്ടിക്ക് വേണമെങ്കിൽ എക്കണോമിക്സോ സൈക്കോളജി ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് പോവാം. അതിനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് പറയാം. അപ്പൊ മേജർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 133 ക്രെഡിറ്റ് ആണല്ലോ 3 വർഷത്തിൽ നേടേണ്ടത്. അതിന്റെ ഈ 133 ക്രെഡിറ്റിൽ 50% ക്രെഡിറ്റ് ഏത് കോഴ്സിലാണോ കുട്ടി നേടിയിട്ടുള്ളത്, ഏത് പ്രോഗ്രാമിലാണോ, അതായിരിക്കും കുട്ടിയുടെ മേജർ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് ഏതിനകത്താണോ നേടിയിട്ടുള്ളത് അതാണ് കുട്ടിയുടെ മേജർ എന്ന് പറയുന്നത്. നോർമലി 3 വർഷത്തിൽ 17 മേജർ കോഴ്സുകളാണ് അല്ലെങ്കിൽ മേജർ പേപ്പറുകളാണ് പഠിക്കാനുണ്ടാവുക, 17 എണ്ണം. ഓക്കെ, ഇത് 3 ഇയർ പ്രോഗ്രാമിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി 4 വർഷത്തെ ഹോണേഴ്സിലേക്ക് പോയി കഴിഞ്ഞാലോ 88 ക്രെഡിറ്റുകൾ, അതായത് മൊത്തമുള്ള 177ന്റെ 50%, അതായത് 88 ക്രെഡിറ്റുകൾ ഏത് കോഴ്സിലാണോ കുട്ടി നേടുന്നത് അതായിരിക്കും കുട്ടിയുടെ മേജർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ബാക്കി വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇപ്പൊ പോകുന്നില്ല. അത് ഹോണേഴ്സിന്റെ ഡീറ്റെയിൽസ്, പേപ്പറുകൾ എങ്ങനെയൊക്കെയാണ്, സെമസ്റ്ററുകളിലെ ഡിസ്ട്രിബ്യൂഷൻ, അതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വിശദമായിട്ട് പരിശോധിക്കേണ്ട കാര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താണ് മേജർ എന്നുള്ള ആശയം എന്നുള്ളത് മനസ്സിലാക്കുക. പണ്ടത്തെ മെയിൻ എന്നുള്ളതോ അല്ലെങ്കിൽ അതിനുശേഷം വന്ന കോർ എന്നോ പറയുന്നതിന് നമുക്ക് മറ്റൊരർത്ഥത്തിൽ അതിന്റെ ക്രെഡിറ്റുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് വിഭജിച്ചിട്ടുള്ളതാണ്, വിശദീകരിക്കുന്നതാണ് മേജർ എന്ന് പറയുന്ന ടെർമിനോളജി. ഓക്കെ, ഇനി മൈനർ എന്താ എന്നുള്ളതാണ്. മൈനർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സബ്സിഡറി എന്നോ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി എന്നൊക്കെ പറയുന്നതിന്റെ മറ്റൊരു രൂപമാണ്. അത് 3 വർഷ ഡിഗ്രി പ്രോഗ്രാമിലെ മൈനറുകൾ എന്ന് പറയുന്നത് മൊത്തം 24 ക്രെഡിറ്റുകളാണ് നമുക്ക് നേടേണ്ടത് മൈനറിൽ നിന്ന്. അതായത് 6 മൈനർ കോഴ്സുകളിൽ നിന്നും നമുക്ക് 24 ക്രെഡിറ്റുകൾ നേടാം. അപ്പോ ഒരു കോഴ്സിന് 4 ക്രെഡിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. 4 ക്രെഡിറ്റിന്റെ ഈ പറയുന്ന 6 കോഴ്സുകളിലൂടെ 24 ക്രെഡിറ്റുകൾ നേടുമ്പോഴാണ് നമുക്ക് മൈനറിന്റെ പൂള് കംപ്ലീറ്റ് ആകും. മൈനറിന്റെ ക്രെഡിറ്റുകൾ നമ്മൾ
കിട്ടുക. ആ മൈനറുകൾ ഏതൊക്കെ രൂപത്തിൽ എടുക്കുക എന്നുള്ള ടീച്ചർ നേരത്തെ പറഞ്ഞു. പല പാത്ത് വേസ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ കോമ്പിനേഷൻസിനെ കുറിച്ച് ടീച്ചർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മൈനർ എന്ന് പറയുന്നത് നമുക്ക് ഇതേ ഇപ്പൊ മേജർ എടുക്കുന്ന ഡിസിപ്ലിനോട് ചേർന്ന് നിൽക്കുന്ന തന്നെ ആവണമെന്നുണ്ടോ? ഇല്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ നിങ്ങൾക്ക് പണ്ടാണെങ്കിൽ ഇപ്പൊ മൾട്ടിമീഡിയ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ജേർണലിസമോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു കോംപ്ലിമെന്ററി ആയിട്ട് യൂണിവേഴ്സിറ്റി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള മൈനറുകൾ ഏത് വേണമെന്നുള്ള. ആ കോളേജിനകത്തോ ഒക്കെ തന്നെ ഓഫർ ചെയ്യപ്പെടുന്ന വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, വ്യത്യസ്ത കോഴ്സുകളുണ്ട്. ഇപ്പൊ ഹിസ്റ്ററി, സൈക്കോളജി, ഇപ്പൊ നമ്മുടെ കോളേജിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒരുപാട് മൈനർ പൂളുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ മൾട്ടിമീഡിയ പഠിക്കാൻ വന്ന കുട്ടി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പഠിക്കാൻ വന്ന കുട്ടിക്ക് മാത്സും സ്റ്റാറ്റിയും മാത്രം എടുക്കണം എന്നില്ല. ആ കുട്ടിക്ക് വേണമെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ ഓഫർ ചെയ്യുന്ന പിന്നെ എന്താ പറയാ ബികോമിന്റെ പേപ്പറുകളോ എന്താ പറയാ മൾട്ടിമീഡിയയുടെ ഒക്കെ തന്നെ മൈനറുകൾ എടുക്കാം. അപ്പൊ അങ്ങനെ വളരെ ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു പഠന രീതിയാണ് ഈ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിന്റെ കേസിൽ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോ പിന്നെ 4ാമത്തെ വർഷത്തിലേക്ക് 4 വർഷ ഡിഗ്രിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ 32 ക്രെഡിറ്റുകളാണ് മൈനറിൽ നേടേണ്ടത്. അതായത് 8 മൈനർ കോഴ്സുകൾ നമുക്ക് ആ 32 ക്രെഡിറ്റ് കിട്ടും. ഓക്കെ, ഇതാണ് മൈനർ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ പ്രധാനമായിട്ടും ഈ 3 കാര്യങ്ങളാണ് എൻ്റെ ഒരു പ്രസന്റേഷന്റെ കണ്ടന്റിനകത്തുള്ളത്. ബാക്കി ഇതെല്ലാം തന്നെ നമുക്ക് പിന്നെ മുന്നീട് പറഞ്ഞ കാര്യങ്ങളിൽ തന്നെയാണ്. നമുക്ക് നമ്മുടെ പഠനം സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഒരു കുട്ടിക്ക് ക്യാമ്പസിൽ എത്തിയതിനു ശേഷം തന്റെ ഡിഗ്രി എങ്ങനെയായിരിക്കണം എന്നുള്ളത് സ്വയം ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പഠന രീതിയാണ് 4 വർഷ ഡിഗ്രി എന്ന് പറയുന്നത്. അഡ്മിഷൻ ക്രൈറ്റീരിയകളിൽ മാറ്റമില്ല. ആൾറെഡി പിന്നെ ഇതിന്റെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി പോർട്ടലുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഡിഗ്രി പഠനം കളറാക്കാം. അതോടൊപ്പം തന്നെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു പഠനാന്തരീക്ഷം ഒരുക്കാൻ നമ്മുടെ ക്യാമ്പസിലും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും നിലവിൽ ഉണ്ട് എന്നുള്ളത് കൂടെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയാണ്. അപ്പോൾ ഇനി നമുക്ക് ലോകോത്തര നിലവാരത്തിലുള്ള പഠനത്തിന്റെ രീതികൾ കേരളത്തിനകത്തും നമ്മുടെ ക്യാമ്പസുകളിലും ഇതിലൂടെ സാധ്യമാവുന്നു എന്നുള്ളതാണ് 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ഇത്രയുമാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി സംശയങ്ങൾക്ക് നമുക്ക് പിന്നീട് മറുപടി പറയാം. താങ്ക് യു സർ. അസ്കർ അലി സാറിനെ ക്ഷണിക്കുകയാണ് AICTEയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനായിട്ട്. അസ്കർ സർ. Yes, sir. Okay, sir. Sir, visible അല്ലേ? ഹലോ, കാണുന്നുണ്ട്, പറഞ്ഞോളൂ സർ. ഓക്കെ. ഞാൻ പറയുന്നത് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ചാണ്. 4 ഇയർ ഡിഗ്രി ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കോഴ്സുകളാണ് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ പറയുന്നതിന് ഫൗണ്ടേഷൻ കോഴ്സ് എന്നാണ്. ഇത് 4 ടൈപ്പാണ്. അതിൽ ഒന്നാമത്തതാണ് ഫസ്റ്റത്തേതാണ് AIC എന്ന് പറയുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ ഭാഷാപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കോഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ +2-നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ. അപ്പോൾ അതേപോലെയാണ് AIC എന്ന് പറയുന്ന എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് MDC. വിദ്യാർത്ഥികളുടെ അറിവിൻ മേഖല വിശാലമാക്കാനാണ് ഈ കോഴ്സുകൾ ഉപകരിക്കുന്നത്. മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ ഓഫർ ചെയ്യുന്ന കോഴ്സുകളാണ് ഇതിലൂടെ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത്. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അത് അങ്ങനെ പറയാൻ കാരണം നിങ്ങൾ ജോയിൻ ചെയ്ത ഡിപ്പാർട്ട്മെന്റ് ഏതാണോ ആ ഡിപ്പാർട്ട്മെന്റിലെ കോഴ്സിന് പകരം നിങ്ങൾ മറ്റു ഡിപ്പാർട്ട്മെന്റിലെ ഒരു പേപ്പറാണ് അതിലൂടെ നിങ്ങൾ പഠിക്കുന്നത്. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് എന്ന് പറയുന്നത് വാല്യൂ ആഡഡ് കോഴ്സാണ്, VAC. വ്യക്തിത്വ വികസനം പോലെയുള്ള മൂല്യങ്ങൾ സൃഷ്ടിക്കാൻ ഉതകുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതാണ് മൂന്നാമത്തത്. നാലാമത്തത് പറയുന്നത് SEC ആണ്. SEC എന്ന് പറയുന്നത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സാണ്.
ഒരു വിദ്യാർത്ഥിയുടെ തൊഴിൽപരമായ സ്കില്ലുകൾ, അതായത് ഇപ്പോൾ ക്രിയേറ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയവയൊക്കെ വികസിപ്പിക്കുക എന്നതാണ് ഈ കോഴ്സുകളുടെ ഉദ്ദേശം. ഇങ്ങനെ 4 കോഴ്സുകളാണ് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് എന്നറിയപ്പെടുന്നത്. ഇതിൽ ആകെ 13 കോഴ്സാണുള്ളത്. അതിൽ AEC 4 ബാക്കിയുള്ളത് 3 അങ്ങനെ 39 ക്രെഡിറ്റ് ആണ് ഈ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ലഭിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി നോക്കാം. ഇതിൽ ടോട്ടൽ കോഴ്സ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറയുന്ന 4 എണ്ണമാണ്. അതുള്ളത് സെമസ്റ്റർ 1 ഒരു ഇംഗ്ലീഷ്, ഒരു അഡീഷണൽ ലാംഗ്വേജ്, സെമസ്റ്റർ 2 ഒരു ഇംഗ്ലീഷ്, ഒരു അഡീഷണൽ ലാംഗ്വേജ്. ഇനി മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ MDC എന്ന് പറയുന്നത് സെമസ്റ്റർ 1, 2, 3 ആദ്യത്തെ 3 സെമസ്റ്ററിലാണുള്ളത്. ആദ്യത്തെ 2 സെമസ്റ്ററിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ 3-ാമത്തെ സെമസ്റ്ററിൽ മാത്രം ഇംഗ്ലീഷോ അല്ലെങ്കിൽ അഡീഷണൽ ലാംഗ്വേജ് ആണ് ഓഫർ ചെയ്യുന്നത്. വാല്യൂ ആഡഡ് കോഴ്സ് അത് 3rd സെമസ്റ്ററിലും 4th സെമസ്റ്ററിലാണുള്ളത്. 3rd സെമസ്റ്ററിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്നതും 4th സെമസ്റ്ററിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റും അഡീഷണൽ ലാംഗ്വേജും ആണ് ഓഫർ ചെയ്യുന്നത്. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് എന്നറിയപ്പെടുന്ന 4-ാമത്തെ കോഴ്സ് 4-ാമത്തെ സെമസ്റ്ററിൽ, 5-ാമത്തെ സെമസ്റ്ററിലും 6-ാമത്തെ സെമസ്റ്ററിലും ആണുള്ളത്. അത് 4-ാമത്തെ സെമസ്റ്ററിൽ ഇംഗ്ലീഷ് ഓഫർ ചെയ്യുന്നു. 5-ാമത്തെ സെമസ്റ്ററിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഓഫർ ചെയ്യാം, ഇൻക്ലൂഡിങ് സിംഗിൾ ഡിപ്പാർട്ട്മെന്റിനും ഓഫർ ചെയ്യാം. 6-ാമത്തെ സെമസ്റ്ററിലാണെങ്കിൽ അത് മെയിൻ ഡിപ്പാർട്ട്മെന്റ് മാത്രം ഓഫർ ചെയ്യുന്നതാണ്. ഇതാണ് 4 പ്രധാനപ്പെട്ട ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് എന്താണ് AICTE അപ്രൂവ്ഡ് കോഴ്സ് എന്നാണ്. എന്താണ് AICTE എന്നുള്ളത്? 2024 നമ്മുടെ കോളേജുകളിലൊക്കെ AICTEയുടെ അപ്രൂവ്ഡ് കോഴ്സുകൾ ആയി വന്നത്. അതിന് മുമ്പൊക്കെ AICTE അപ്രൂവ് ഇല്ലാത്ത കോഴ്സായിട്ട് നടന്നിരുന്ന BBAയും BCAയും ആണ് ഇപ്പം AICTE അപ്രൂവ്ഡ് കോഴ്സായിട്ട് വന്നിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ കൺട്രോളിലുള്ള ഒരു സ്ഥാപനമാണ് AICTE എന്ന് പറയുന്നത്, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ടെക്നിക്കൽ കോഴ്സുകൾ കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തപ്പെടുന്നു എന്ന് ഉറപ്പാക്കുകയാണ് AICTE ചെയ്യുന്നത്. അപ്പോൾ BCAയും BBAയും AICTE അപ്രൂവ്ഡ് കോഴ്സായിട്ടാണ് എല്ലാ കോളേജുകളിലും ഇപ്പോൾ നടന്നു വരുന്നത്. ഇങ്ങനെ AICTE അപ്രൂവ്ഡ് കോഴ്സ് ആക്കിയത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരു ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം, അത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ വരുന്നത്. അതിൻ്റെ കോഴ്സിൻ്റെ ഗുണനിലവാരം സർക്കാർ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നുള്ളത് അപ്ഡേറ്റഡ് കരിക്കുലാണ്, നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻ കരിക്കുലം. ഇൻഡസ്ട്രി റിക്വയർമെന്റ്സ് അനുസരിച്ചുകൊണ്ട് അപ് ടു ഡേറ്റ് ആയിട്ടാണ് കരിക്കുലം ഉള്ളത്. പിന്നുള്ളത് ഇൻഡസ്ട്രി റെലവൻസ് ആൻഡ് എക്സ്പോഷർ. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റിയും കരിയർ ഗ്രോത്തും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നുള്ളത് ഗ്ലോബൽ റെക്കഗ്നിഷൻ ആണ്. AICTE ഡിഗ്രി ഇപ്പം കാലിക്കറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഹയർ സ്റ്റഡീസിനും ഇന്ത്യയിലായാലും എബ്രോഡിലായാലും അത് അംഗീകാരം ഉണ്ടാവും എന്നുള്ളതാണ് പ്രത്യേകം. കാരണം ഇത് ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു സിലബസ് ആണ് ഈ AICTEന്റെ സിലബസ് എന്ന് പറയുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് 5-ാമത്തത് AICTEയുടെ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. AICTE കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രഗതി, സ്വനാദ് തുടങ്ങിയ സ്കോളർഷിപ്പുകൾ ഈ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം മറ്റു സ്കോളർഷിപ്പിന്റെ കൂടെ തന്നെ ഈ സ്കോളർഷിപ്പും കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു AICTE കോഴ്സ് ആയിട്ടുള്ള BCA, BBA തുടങ്ങിയ കോഴ്സുകളൊക്കെ നമ്മുടെ കോളേജുകളിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജുകൾ. ഓക്കെ, താങ്ക് യു. സാറേ, ബിബംസേ, നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോവാം. ഒരു മിനിറ്റ് പോവാ അല്ലേ?
നമ്മുടെ ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് റേസ് ചെയ്യായിരുന്നു നമുക്ക്. ഷബീബ മിസ്സേ, കൂടുതൽ ചോദ്യങ്ങളും വന്നിട്ടുള്ളത് ആ കഴിഞ്ഞ വർഷം ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അഡ്രസ് ചെയ്ത് നമുക്ക്. സാറേ, കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഓരോ കോഴ്സിന്റെയും കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്നുള്ളൊരു ചോദ്യമാണ് കൂടുതലും. ഓരോ കോഴ്സിന്റെയും സെപ്പറേറ്റ് ചോദിക്കുന്നുണ്ട്. അതാണ് ഒന്ന്, നമ്മുടെ കോളേജുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ ഒരു കുട്ടി ആഡ് ഓൺ കോഴ്സുകളെ കുറിച്ച് ഇൻഡെക്സ് മാർക്ക് ഷബീബ മിസ്സേ, അത് ഞാൻ പറയട്ടെ. ലാസ്റ്റ് ഇൻഡെക്സിന്റെ കാര്യം എന്താന്ന് വെച്ചാല്, പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ DOA ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷന്റെ വെബ്സൈറ്റിൽ തുറക്കുന്ന സമയത്ത് തന്നെ FIUGP ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചുവന്ന അക്ഷരത്തിൽ ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ലാസ്റ്റ് ഇൻഡെക്സ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മലബാർ കോളേജ് എന്നല്ല ഏത് കോളേജിന്റെയും കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് അതിൽ നിന്ന് കിട്ടും. ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കോഴ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ BCA എന്നുള്ള കോഴ്സ് സെലക്ട് ചെയ്താൽ കഴിഞ്ഞ വർഷം ഇവിടെ അഡ്മിഷൻ കിട്ടിയ ഇൻഡെക്സ് ഏതാ എന്ന് ആ ലിങ്കിൽ നിന്ന് കൃത്യമായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും കുട്ടികൾക്ക് സംശയം ഉണ്ടെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ DOA എന്നുള്ള അഡ്മിഷനിൽ FIUGP എന്ന് പറയുന്ന ലിങ്കിൽ പോയാൽ അത് കിട്ടും. ഓക്കെ സാറേ. പിന്നെ ഒരു ചോദ്യം വന്നിട്ടുള്ളത് ഡാറ്റ സയൻസ് കോഴ്സ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. മൈനറിൽ ഏതെങ്കിലും ഡാറ്റ സയൻസ് കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതായിരിക്കും. നമ്മള് കമ്പ്യൂട്ടർ സയൻസിന്റെ നമ്മൾ നെക്സ്റ്റ് ഇയർ ചൂസ് ചെയ്യുന്നതിൽ ഒരു മൈനർ പൂള് വരുന്നത് ഡാറ്റ സയൻസ് ആണ്. ഓക്കെ. പിന്നെ ഒരു ചോദ്യം വന്നിട്ടുള്ള വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സ്. ഓക്കെ. പിന്നെ ഒരു ചോദ്യം വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സ് ഉണ്ടോ എന്നുള്ളതാണ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സ് നമുക്ക് ഇവിടെ മൈനർ കോഴ്സ് ആയിട്ടാണ്, മെയിൻ ഡിപ്പാർട്ട്മെന്റ് അല്ല, മേജർ അല്ല, നമുക്ക് മൈനർ കോഴ്സിന്റെ പൂളിലാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ കോഴ്സസ് ഉള്ളത്. പിന്നെ ഒരു ചോദ്യം ഡബിൾ മെയിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഡബിൾ മെയിനെ കുറിച്ച് ആണ് ഒരു ചോദ്യം അവിടെ കണ്ടത്. ഡബിൾ മെയിൻ ഇപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ കോളേജിൽ ഒരു കോഴ്സ് ഉണ്ട്, പിന്നെ ഫിസിക്സ് ആൻഡ് മാത്സ് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലും വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഡബിൾ മെയിൻ ഉള്ള സ്ഥലങ്ങളിലാണ് ഡബിൾ മേജർ ഇപ്പോൾ കൂടുതലായിട്ടും ഓഫർ ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് ഞാൻ നോട്ട് ചെയ്ത ചോദ്യങ്ങൾ. ഇനി ഏതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ? അതേപോലെ ചോദിച്ചിട്ടുള്ളത് B.Ed എടുക്കാൻ PG ആവശ്യമുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. B.Ed എടുക്കാനോ? B.Ed എടുക്കാൻ PG വേണം. അപ്പോ അങ്ങനത്തെ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള PG എടുക്കേണ്ട കോഴ്സുകൾ ഉണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. B.Edന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ സാർ പറയൂ. ഞാൻ പറയാം. B.Edന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ശരിക്കും ഡിഗ്രിയാണ്. അതേസമയം ചില വിഷയങ്ങളിൽ ഹൈസ്കൂൾ തലത്തിൽ പഠിപ്പിക്കാത്ത ചില വിഷയങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കോമേഴ്സ് എന്ന് പറയുന്ന വിഷയം ഹൈസ്കൂളിൽ നമ്മൾ പ്രത്യേകം വിഷയമായിട്ട് പഠിക്കുന്നില്ല. അതുകൊണ്ട് കൊമേഴ്സിന് MCOM കഴിഞ്ഞവർക്ക്, അതായത് PG കഴിഞ്ഞവർക്ക് മാത്രമേ B.Edന് പോവാൻ പറ്റൂ. BCOMന്റെ മാത്രം അടിസ്ഥാനത്തിൽ നിലവിൽ B.Ed സൗകര്യം ഇല്ല. അതേസമയം നിങ്ങൾ ഹിസ്റ്ററിയാണ് എടുക്കുന്നതെങ്കിൽ ഹിസ്റ്ററി സോഷ്യൽ സയൻസിന്റെ ഭാഗമായതുകൊണ്ട്, പിന്നെ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നത് കൊണ്ടും BA ഹിസ്റ്ററി കഴിഞ്ഞ ഒരാൾക്ക് PG ഇല്ലാതെ തന്നെ നേരിട്ട് B.Edന് പോകാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ ആലോചിക്കേണ്ടത്. സ്കൂളുകളിൽ, അതായത് ഹൈസ്കൂളുകളിൽ പഠിപ്പിക്കാത്ത വിഷയത്തിൽ B.Ed ചെയ്യണമെങ്കിൽ അത് PG കഴിഞ്ഞിട്ട് മാത്രമേ ചെയ്യാവൂ. B.Edന്റെ ആവശ്യം ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും പഠിപ്പിക്കാനാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വേറൊരു കോഴ്സ്, ഇപ്പം ജേർണലിസം ഒന്നും ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. അതുപോലെ സോഷ്യൽ വർക്കും ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. പക്ഷെ ജേർണലിസം, സോഷ്യൽ വർക്ക് ഒക്കെ ഉള്ള ആളുകൾക്ക് സോഷ്യൽ സയൻസിന്റെ B.Edന് പോകാൻ പറ്റും. അതായത് ഒരാൾ ഇപ്പൊ BA ഹിസ്റ്ററി കഴിഞ്ഞ് B.Ed സോഷ്യൽ സയൻസ് കഴിഞ്ഞ് പിന്നീട് MA ജേർണലിസം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ MA സോഷ്യൽ വർക്ക് കഴിഞ്ഞാൽ, MSc സൈക്കോളജി കഴിഞ്ഞാൽ അവർക്ക് ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കാൻ സാധിക്കും. ഇപ്പൊ നിലവിൽ കൊമേഴ്സിന് മാത്രമേ അത്തരം ഒരു റെസ്ട്രിക്ഷൻ ഉള്ളൂ. PG നിർബന്ധം ആവുന്നത് കൊമേഴ്സിന് മാത്രമാണ്.
പിന്നെ അതേപോലെ add-on നമ്മുടെ course-ന്റെ ഒരു കാര്യം. ആഡ് ഓൺ കോഴ്സസ്. ആഡ് ഓൺ കോഴ്സ് നമുക്ക് 2 രീതിയിൽ തന്നെ FIUGP-യിൽ എടുക്കാം. ഒന്ന് നമുക്ക് ഓൺലൈനായിട്ട് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെടുത്ത സബ്ജക്റ്റിന്റെ ബോർഡ് പ്രൊവൈഡ് ചെയ്യുന്ന സ്വയം NPTEL പോലുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നും ആഡ് ഓൺ കോഴ്സുകൾ എടുക്കാം. അതുപോലെ തന്നെ ചില കോളേജുകൾ ഓഫർ ചെയ്യുന്ന ആഡ് ഓൺ കോഴ്സുകളും എടുക്കാം. ഒരു കുട്ടീനെ സംബന്ധിച്ചിട്ട് ക്രെഡിറ്റിന്റെ കേസിൽ പറഞ്ഞതുപോലെ അതെല്ലാം കുട്ടിയുടെ ടോട്ടൽ ക്രെഡിറ്റിലേക്ക് ആഡ് ഓൺ ആയിട്ട് വരിക ചെയ്യാം. മറ്റ് നമ്മുടെ കോളേജിലെ മാനേജ്മെന്റ് ബോർഡ് അഡ്മിഷന്റെ അപ്ലിക്കേഷനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് സാറേ. നമ്മുടെ കോളേജിന്റെ മാനേജ്മെന്റ് കോട്ട ആപ്ലിക്കേഷൻ അത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത്. നമ്മുടെ വെബ്സൈറ്റിൽ അതിന്റെ ഓൺലൈൻ ലിങ്ക് അവൈലബിൾ ആണ്. നാളെ മുതൽ അത് നിങ്ങൾക്ക് അതുവഴി അപ്ലൈ ചെയ്യാൻ സാധിക്കും. മലബാർ കോളേജ് വേങ്ങര എന്നടിച്ച് നോക്കിയാൽ വെബ്സൈറ്റ് കിട്ടും. വെബ്സൈറ്റ് തുറക്കുന്ന സമയത്ത് അതിൽ നോട്ടിഫിക്കേഷൻ കാണും, മാനേജ്മെന്റ് കോട്ട അഡ്മിഷൻ. അങ്ങനെ അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് BCom AICT ആണോ എന്നുള്ളതാണ്. BCom AICT അല്ല. AICTയുടെ കീഴിൽ വരുന്നത് 2 കോഴ്സുകളാണ്. അത് BBA അതേപോലെ തന്നെ BCA ആണ്. മറ്റ് ചോദ്യങ്ങളൊന്നും ഇല്ല എങ്കിൽ വേണമെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതന്നെയാണ്. ഇനി എന്തെങ്കിലും കുട്ടികൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പൊതുവായ സംശയങ്ങൾക്ക് ആ ഗ്രൂപ്പ് വഴി മറുപടി നൽകാവുന്നതാണ്. മറ്റ് ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ ഷമീം സർ? ഷമീം സർ? ഓക്കെ സാറേ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമെന്നല്ലേ? ഓക്കെ സാർ, ഓക്കെ. യൂട്യൂബ് ലിങ്കും കട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ.